സാധാരണപ്പെട്ട പാവങ്ങളെ സഹായിക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ പ്രവർത്തനങ്ങളിലൂടെ ഇനിയും ജിജി ജോസഫിനും അദ്ദേഹത്തിൻ്റെ മകനും ആ ഒരു ടീമിനും നല്ല രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളെ സഹായിക്കുവാൻ കഴിയട്ടെ. അതിന് ജഗദീശ്വരൻ ദീർഘായുസ്സും അതുപോലെ തന്നെ എല്ലാ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് ഈ മെഗാബസിന് എല്ലാവിധമായ ആശംസകളും നേരുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. സാറ് ഒരു സ്നേഹാദരവ് നൽകാനായിട്ട് അമൃത ജയകുമാറിനെ സ്റ്റാർ സിംഗർ ഓഫ് ഫെയിം നമുക്ക് വേണ്ടി നല്ല അടിച്ചുപൊളി പാട്ടൊക്കെ പാടിത്തന്ന്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ആദ്യം സാറിന് ഒരു സ്നേഹാദരവ് ഹാൻഡ് ഓവർ ചെയ്യാൻ പോവാണ്. ഓൾസോ റിക്വസ്റ്റിംഗ് അമൃത ജയകുമാർ ഒന്ന് സ്റ്റേജിലേക്ക് കയറി നിൽക്കുക. ആൻഡ് യെസ്, അപ്പോൾ സാറിന് നമ്മുടെ ഒരു സ്നേഹാദരവ് നൽകുകയാണ്. ഒരുപാട് സന്തോഷം നമ്മളോടൊപ്പം ഇത്ര അധികം നേരം ചെലവഴിച്ചതിന്, നമുക്ക് വേണ്ടി നല്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് അദ്ദേഹത്തിന് ഒരു സ്നേഹാദരവ് നൽകുകയാണ്. ജിജി മാഡം. ജനപ്രതിനിധിക്ക് ഫൗണ്ടേഷൻ കൊടുത്ത അവാർഡിനപ്പുറം സുഹൃത്തിന് സുഹൃത്ത് കൊടുത്ത ഒരു സമ്മാനം കൂടിയാണിത്. അപ്പോൾ നമുക്ക് ഈ രണ്ടുപേർക്കും കൊടുക്കാം ഒരു കയ്യടി. നമ്മുടെ കയ്യടികളാണ് നമ്മൾ ഓരോരുത്തരുടെയും ഭാവി നിർണ്ണയിക്കുന്നത്. ഒരു കൊച്ചുകുട്ടി വേദിയിൽ നിന്ന് പാടുമ്പോൾ അവന് കൊടുക്കുന്ന കയ്യടിയാണ് അവന് കിട്ടുന്ന ധൈര്യം. അങ്ങനെയാണ് അവൻ അടുത്ത വേദി അങ്ങനെ നമ്മുടെ അമൃതയെ പോലെ സ്റ്റാർ സിംഗർ വേദിയിൽ വരെ എത്തി നിൽക്കാൻ കഴിയുന്ന രീതിയിൽ അമൃത എത്തിയതുപോലെ തന്നെ ഓരോ വ്യക്തിക്കും ഈ കയ്യടി വലിയ പ്രോത്സാഹനമാണ്. സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. ബഹുമാനപ്പെട്ട ശ്രീ പന്ത ശ്രീകുമാർ സാറാണ് അമൃതയ്ക്ക് ഈ ഒരു മെമെന്റോ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അമൃതയുടെ ഇനിയും നല്ല അടിപൊളി പെർഫോമൻസ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് അമൃത. കഴിഞ്ഞ 2023 അമൃതയുടെ കിടലം പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇനി 2025 വരണം, ഇതിനേക്കാൾ ഉയരത്തിൽ ആ സമയത്ത് എത്തും എന്ന് ദൈവത്തിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ആൻഡ് യെസ്, അപ്പോൾ ഇനി നമുക്ക് സമയത്തിന്റെ പരിമിതി മൂലം നമ്മൾ ഈ വീൽ ചെയർ നൽകാനുള്ള ആൾക്കാരുടെ പേരങ്ങ് വായിച്ചു പോവുകയാണ്. നമ്മുടെ അഖിൽ സാറുമായിട്ട് ബന്ധപ്പെട്ടാൽ വീൽ ചെയർ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്, നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ അടുത്ത വീൽ ചെയറിന്റെ അവകാശം എന്ന് പറയുന്നത് ശ്രീ പ്രവീൺ രാജ് ആണ്, പെരുമ്പഴത്തൂർ. പ്രവീൺ രാജ് അഖിൽ സാറുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ ഒരു വീൽ ചെയർ ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് അടുത്തതായിട്ട് വേദിയിൽ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീ GL അരുൺ ഗോപി സാറിന്, ജനറൽ സെക്രട്ടറി കേരള സ്റ്റേറ്റ് ചൈൽഡ് വെൽഫെയർ. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒരു കരഘോഷം നമുക്ക് കൊടുക്കാം. കാരണം ചെറിയ മനുഷ്യനല്ല വേദിയിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് അമ്മത്തൊട്ടിൽ നിന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ശിശുക്ഷേമ സമിതിയുടെ കീഴിലാണ് അത് പ്രവർത്തിക്കുന്നത്. അതിന് ഊർജം കൊടുത്തുകൊണ്ട് എന്നും വലിയ പ്രചോദനമായി നിലനിൽക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ സ്നേഹാദരവ് നൽകുകയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സർ. അദ്ദേഹത്തിന് 2 വാക്ക് പറയാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദി പങ്കെടുക്കുന്നത്. മെഡിക്കൽ ഫെസ്റ്റിൻ്റെ 2ാം വേദിയിൽ തന്നെയാണ് പങ്കെടുക്കുന്നത്. 2ാം വേദിയിൽ പങ്കെടുക്കുമ്പോൾ ഏറെ സന്തോഷത്തോടു കൂടി പറയുകയാണ്, 2 തവണയും ശിശുക്ഷേമ സമിതിയിലെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഉപഹാരങ്ങളുമായി എത്തിച്ചേരാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതും ഈ സന്ദർഭത്തിൽ ശിശുക്ഷേമ സമിതിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, ജിജി മാമിൻ്റെയും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ജ്യോതിഷിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. നാം എല്ലാം വാക്കുകൾക്കപ്പുറം പ്രവൃത്തിയിലാണ് കാര്യമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുതന്നെയാണ് 4 നൂറ്റാണ്ട് കാലത്തോളം അടുക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനം ഈ ചാരിറ്റബിൾ സൊസൈറ്റി ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. 4 നൂറ്റാണ്ട് പിന്നിട്ട ഒരു പ്രസ്ഥാനം കാട്ടാക്കട പോലുള്ളൊരു പിന്നോക്ക മേഖലയിൽ നൽകിയ വെളിച്ചവും പ്രകാശവും ചെറുതല്ല. മാത്രവുമല്ല, ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വേരുകൾ പരിശോധിച്ചാൽ മലപ്പുറത്തായാലും പത്തനംതിട്ടയായാലും സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ ആരംഭിച്ചിട്ടുള്ള സ്ഥാപനങ്ങളും ടൗൺ ഏരിയ വിട്ടിട്ട് പിന്നോക്ക മേഖലകളിലാണ് ഈ സ്ഥാപനം കൂടുതൽ ബ്രാഞ്ചുകൾ ആരംഭിച്ചിട്ടുള്ളതും. ആ മേഖലകളിലേക്കാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച്, വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത എന്ന് പറയുമ്പോൾ ഒരു കരിയർ എങ്ങനെ വാർത്തെടുക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട MLA CK ഹരീന്ദ്രസിംഗ് ഉൾപ്പെടെ ഇവിടെ സൂചിപ്പിച്ചു പോയത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ കിടക്കും. എങ്കിൽ പോലും എങ്ങനെയാകണം ഒരു കരിയർ വാർത്തെടുക്കേണ്ടത്, ആ കരിയർ
നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രകാശം ചൊരിയാൻ സാധിക്കും. അവിടെയാണ് ഈ പാരാമെഡിക്കൽ സ്ഥാപനത്തിന്റെ വിജയമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ കാണുകയാണ്. അമ്മത്തൊട്ടിലിനെ സഹായിക്കാൻ കാണിച്ച മനസ്സിന് നന്ദി രേഖപ്പെടുത്തുന്നു. തിരുവനന്തപുരത്ത് അടക്കം കേരളത്തിൽ 10 ജില്ലകളിലായി ശിശുക്ഷേമ സമിതിയുടെ ദത്തെടുക്കൽ കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ ശിശുപരിചരണ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുകയാണ്. ഇന്നത്തെ കണക്കനുസരിച്ച് 243 കുട്ടികളാണ് ശിശുക്ഷേമ സമിതിയുടെ പരിചരണയിലുള്ളത്. ഇത് സൂചിപ്പിക്കപ്പെടുമ്പോൾ അമ്മത്തൊട്ടിൽ കുട്ടികളെ ഉപേക്ഷിക്കാനുള്ള ഇടമല്ല, മറിച്ച് സംരക്ഷിക്കാൻ സാധിക്കാതെ വരുന്ന കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി ഏൽപ്പിച്ചു കൊടുക്കാനുള്ള മാർഗമാണ് അമ്മത്തൊട്ടിൽ എന്ന് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുക. കഴിഞ്ഞ ജൂൺ മാസം മാത്രമായി തിരുവനന്തപുരത്ത് മാത്രമായി ജൂൺ മാസത്തിൽ അമ്മത്തൊട്ടിലൂടെ സർക്കാരിന്റെ പരിചരണയിലേക്ക് അല്ലെങ്കിൽ ശിശുക്ഷേമ സമിതിയുടെ പരിചരണയിലേക്ക് വന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം 6 ഈ 2024 ജനുവരി മുതൽ ഇതുവരെയായി 21 കുട്ടികളാണ് അമ്മത്തൊട്ടിലൂടെ സംരക്ഷിക്കുവാൻ ശിശുക്ഷേമ സമിതിക്ക് സാധിച്ചിട്ടുള്ളത് എന്നും ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. അതിൽ 8-ലധികം കുട്ടികൾ ഇന്നിപ്പോ പുതിയ അച്ഛനമ്മമാരുടെ കൈകൾ പിടിച്ച് അനാഥത്വത്തിൽ നിന്ന് സനാഥത്വത്തിലേക്ക് അഡോപ്ഷൻ എന്ന് പറയുന്ന മഹത്തരമായ പ്രക്രിയയിലൂടെ പുതിയ അച്ഛനമ്മമാരുടെ കൈകൾ പിടിച്ച് ശിശുക്ഷേമ സമിതിയുടെ പടി ഇറങ്ങിയിട്ടുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഇത് ഞാൻ സൂചിപ്പിച്ചത് അഡോപ്ഷൻ എന്നത് ഇന്നിപ്പോ സമൂഹത്തിൽ എന്തോ മോശപ്പെട്ട പ്രവൃത്തിയായി പ്രക്രിയയായി പ്രിയപ്പെട്ട വിജയണ്ണൻ അടക്കം ഇരിപ്പുണ്ട്. വിജയണ്ണൻ ഞാനോട് ഇരുന്ന് സംസാരിക്കുമ്പോൾ അഡോപ്ഷനെ സംബന്ധിച്ചാണ് ഞങ്ങൾ സംസാരിച്ചുള്ളത്. കാട്ടാക്കടയിലെ ഒരു ഫാമിലി 45 ലക്ഷം രൂപയാണ് കുടുംബമടക്കം എല്ലാം പണയപ്പെടുത്തി അവസാനം വിൽപ്പന അടക്കം നടത്തി ട്രീറ്റ്മെന്റിന് വേണ്ടി ചെലവഴിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അഡോപ്ഷൻ എന്ന തീരുമാനത്തിലേക്ക് ആ കുടുംബം എത്തിച്ചേർന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളെ സമീപിക്കുകയാണ്. അപ്പോൾ അഡോപ്ഷൻ എന്നത് സമൂഹത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു മഹത്തരമായ പ്രവൃത്തി കൂടിയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. വിവാഹത്തിന് മുമ്പ് ഇവിടെ വിവാഹത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചൊക്കെ റാണി മാം അടക്കം സൂചിപ്പിച്ചതാണ്. വിവാഹത്തിന് മുമ്പ് നാം ഒക്കെ 2 വ്യത്യസ്ത സാഹചര്യത്തിൽ നിന്ന് ഒന്നാവുന്നവരാണ്. വ്യത്യസ്ത ജീവിത സാഹചര്യത്തിൽ നിന്ന് വിവാഹം എന്ന ഒരു സങ്കല്പത്തിലൂടെ നമ്മളൊക്കെ ഒന്നാകുകയാണ്. അതിനുശേഷം ആ 2 വ്യക്തികൾ ഏറ്റവും പ്രധാനപ്പെട്ടവർ പരസ്പരം അവർക്ക് എന്ത് ആവശ്യം വന്നാലും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഭർത്താവാകട്ടെ ഭാര്യയാകട്ടെ അവർക്കൊരു പ്രയാസമോ വിഷമോ എന്തെങ്കിലും വന്നുപോയാൽ ആദ്യം വിഷമിക്കുന്നതും സന്തോഷിക്കുന്നതും ജീവിത പങ്കാളി തന്നെയാണ്. അതുപോലെ തന്നെയാണ് വിവാഹം എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുന്നതും ദത്തെടുക്കലും എന്നതുകൂടി ഈ സമൂഹം അറിഞ്ഞു പോകണം. ദത്തെടുക്കൽ നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറേണ്ടതുണ്ട്. അത് ദത്തെടുക്കൽ മാത്രമല്ല, ഇന്നിപ്പോ ലോകം അംഗീകരിച്ച കേരള മാതൃകയുണ്ട്. അത് ഫോസ്റ്റർ കെയർ ആണ്. 12,000 കുട്ടികളാണ് ഇന്നിപ്പോ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് വീടുകളിലേക്ക് എത്തിച്ചേർന്ന് വീടുകളുടെ പരിചരണയിലേക്ക് കൊച്ചു വളർത്തൽ പ്രക്രിയയിലേക്ക് എത്തിച്ചേർന്നു. കേരളത്തിലെ ഗവൺമെന്റിനെ യുണിസെഫ് അടക്കം ഏറെ അഭിനന്ദനം ചൊരിഞ്ഞതാണ്. സുപ്രീം കോടതി അടക്കം അഭിനന്ദനം ചൊരിഞ്ഞതാണ്. അതിൽ 12,000 കുട്ടികളിൽ 1000-ലധികം കുട്ടികൾ ഇന്നിപ്പോ വിവിധ മാതാപിതാക്കളുടെ വീടുകളിൽ അഡോപ്ഷൻ പ്രക്രിയ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഫോസ്റ്റർ കെയർ പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്. സ്ഥാപനങ്ങളിൽ നിന്ന് കുട്ടികളെ വീടിന്റെ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കൂടി ഉണ്ടാകേണ്ടതുണ്ട്. അധികരിച്ചു പോയ വാക്കുകൾക്ക് ക്ഷമ ചോദിച്ചുകൊണ്ട് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ശിശുക്ഷേമ സമിതിയെ കരുതലോടുകൂടി കാത്ത പ്രിയപ്പെട്ട ജിജി മാമിനും ഡോക്ടർ ജ്യോതിഷനും അടക്കം അവിടേക്ക് എത്തിച്ചത് പ്രിയപ്പെട്ട അലക്സ് ആണ്. അലക്സ് അടക്കമുള്ള മുഴുവൻ ആളുകൾക്ക്, ഇതിന്റെ സംഘാടകർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാവരെയും ശിശുക്ഷേമ സമിതിക്ക് വേണ്ടി അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏറെ സ്നേഹത്തോടുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. സ്നേഹാഭിവാദ്യങ്ങൾ. നമ്മുടെ മനോഹരമായ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള ഒരുപാട് വാക്കുകളിലൂടെ നമ്മളെ ഈ വേദിയെ ധന്യമാക്കിയ പ്രിയപ്പെട്ടവന് ഒരുപാട് നന്ദിയുള്ള സ്നേഹത്തോടു കൂടി നമുക്കൊരു കരഘോഷം കൊടുക്കാം. ഒപ്പം നമ്മുടെ സീറ്റുകളിൽ നിന്ന് പുറത്തേക്ക് പോയ ഭക്ഷണം കഴിക്കാനടക്കം പുറത്തേക്ക് പോയ പ്രിയപ്പെട്ടവർ എത്രയും വേഗം തന്നെ വേദിയിലേക്ക് അവരുടെ സീറ്റുകളിലേക്ക് തിരിച്ചെത്തണം. നമുക്ക് ഇനിയും ഒരുപാട് പെർഫോമൻസുകൾ നമ്മുടെ കൂട്ടുകാരുടെ പെർഫോമൻസുകളിലും ബാക്കിയുണ്ട്. നമ്മുടെ അതിഥികളുടെ സൗകര്യങ്ങൾ കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ അവാർഡുകൾ അല്ലെങ്കിൽ ഈ ആദരവുകൾ ഈ ചാരിറ്റി ഒക്കെ വേഗം
വേഗം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സീരിയൽ സിനിമ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ നമ്മുടെ വേദി സദസ്സിൽ അലങ്കരിക്കുകയാണ്. അവരും ഈ പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അവരെയും നമ്മൾ തീർച്ചയായും പരിഗണിക്കണം. അപ്പോൾ എല്ലാവരും അവരവരുടെ സീറ്റുകളിലേക്ക് തിരിച്ചു വരിക. നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോകാം. സോ നമുക്ക് സ്നേഹാദരം ഏറ്റുവാങ്ങാനായിട്ട് പൂർണിമ റാണി ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ്. യെസ്, പൂർണിമ റാണി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. അപ്പോൾ സാറിന്റെ കയ്യിൽ നിന്ന് ശ്രീ ജി അരുൺഗോപി സാറിന്റെ കയ്യിൽ നിന്ന് ഒരു സ്നേഹാദരവ് മൊമെന്റോ ഏറ്റുവാങ്ങാനായിട്ട് ഒരുപാട് സ്നേഹത്തോടു കൂടി പൂർണിമ റാണിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ്. ഈവൻ പുതിയ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുക, പുതിയ ആശയങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് നല്ല കഷ്ടപ്പാടുള്ള നല്ല പണിയാണ്. അപ്പോൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ പൂർണിമ. ഒരുപാട് സന്തോഷം ഇവിടെ എത്തിച്ചേർന്നതിൽ. താങ്ക് യു സോ മച്ച്. ആൻഡ് ഓൾസോ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സമയപരിമിതി മൂലം വേഗം ഞാൻ വായിച്ചു പോവാണ്. വീൽ ചെയറിന്റെ അവകാശി ശ്രീമതി സൂസന്ന, കിള്ളിയിൽ നിന്ന് എത്തിയിട്ടുള്ള സൂസന്ന മാഡം ആണ്. അപ്പോൾ സൂസന്ന മാഡം നമുക്ക് അഖിൽ സാറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ ഈ ഒരു വീൽ ചെയർ സ്വന്തമാക്കാവുന്നതാണ്. ഓൾസോ റോളർ വാക്കർ സ്വന്തമാക്കിയിരിക്കുന്നത് ശ്രീ പ്രവീൺ രാജ് ആണ്. അപ്പോൾ പ്രവീൺ രാജും അഖിൽ സാറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ആൻഡ് അരുൺ സാർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. കുറച്ചധികം നല്ല കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനും കൂടെ അദ്ദേഹത്തിനെ പറ്റി. സോ അടുത്തതായിട്ട് വേദിയിലേക്ക് ഒരുപാട് നമ്മൾ 4 മണിക്ക് പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പോൾ കൃത്യം 3 മണിക്ക് തന്നെ വന്ന് നമ്മളോടൊപ്പം സഹകരിച്ച് ഒരുപാട് സ്നേഹത്തോടു കൂടി കുറച്ചധികം നേരമായിട്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടർ ഹേമ ഫ്രാൻസിസ് മാഡത്തിന് ഒരുപാട് സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് IMA പ്രസിഡന്റ് നെടുമങ്ങാട്. അപ്പോൾ മാമിനെ ആദരപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം എല്ലാ ഒരു ഫംഗ്ഷന്റെ സ്റ്റാർട്ടിങ് പോലെ മാമിന് ഒരു സ്നേഹാദരവ് നൽകുന്നതാണ്. അതിനുശേഷം തീർച്ചയായിട്ടും മാഡത്തിന് നമ്മളോട് 2 വാക്ക് നല്ല രീതിയിൽ പറയാനുണ്ടാവും. അപ്പോൾ മാഡത്തിന്റെ വാക്കുകൾ നമ്മൾ കേൾക്കാം. So before that, Gigi ma'am, Jyotish sir and Suresh sir, can you please hand over this memento to Hema ma'am? അപ്പോൾ നമുക്ക് ഈ വേദിയിൽ ഇത് പറഞ്ഞതുപോലെ തന്നെ 3 മണിയോ സമയത്ത് തന്നെ എത്തി നമ്മളോടൊപ്പം ചേർന്നതിന്, ഇത്രയും സമയം നമുക്ക് വേണ്ടി കാത്തിരുന്നതിന് ഒക്കെ ഒരുപാട് സ്നേഹം അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു ക്ഷമയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പുരസ്കാരം ഞങ്ങൾ സമർപ്പിക്കുന്നത്. ഞങ്ങളുടെ വേദിയിൽ മുമ്പും ഇദ്ദേഹം വന്നിരുന്നു. ഒരു പരിപാടി നമുക്ക് ഉദ്ഘാടകയായിട്ടായിരുന്നു അദ്ദേഹം എത്തിച്ചേർന്നിരുന്നത്. അപ്പോൾ വീണ്ടും എത്തിയതിൽ ഒത്തിരി സന്തോഷം, ഒരുപാട് സ്നേഹം. അദ്ദേഹം നമുക്ക് വേണ്ടി വർത്തമാനം പറയും. യെസ്, മാമിന് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആക്ച്വലി എന്നെ ഇൻവൈറ്റ് ചെയ്ത സമയത്ത് എനിക്ക് വളരെ തിരക്കുള്ള ഒരു വ്യക്തിയും കൂടെയാണ്. വരാനായിട്ട് ഒട്ടും ടൈം ഇല്ലായിരുന്നു. ബിക്കോസ് ഇത് ഒരു ടൈപ്പ് ചാരിറ്റിയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ വേറൊരു തരത്തിലുള്ള ഒരു ചാരിറ്റി സംസ്ഥാന ലെവലിൻ്റെ സ്റ്റേറ്റ് കൺവീനറാണ് ഞാൻ. സോ കേരളം ഒട്ടാകെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നമ്മുടെ സാധാരണ വെഹിക്കിൾ പോകാതെ എത്തിപ്പെടാൻ പറ്റാതെ നമ്മുടെ ഊരുകളിൽ താമസിക്കുന്ന നമ്മുടെ സ്വന്തം സഹോദരങ്ങൾക്കും അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിനെ കൊണ്ടുപോയി അവരുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടെയാണ് സ്നേഹഹസ്തം എന്നൊരു പ്രോജക്റ്റിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനൊരു കേന്ദ്ര സർക്കാരിൻ്റെ ജീവനക്കാരിയും കൂടെയാണ്. അതോടൊപ്പം 2 ദിവസം ഞാൻ ഡ്യൂട്ടി കണ്ടിന്യൂസ് എടുത്തിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിന് ഇറങ്ങുന്നത്. അപ്പോഴാണ് എന്നെ അലക്സും ജ്യോതിഷും എന്നും ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ സന്തോഷമുണ്ട്, ഈ ഒരു അവസരം ഇന്ന് ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇവിടെ മദർ തെരേസയുടെ പാദം പിന്തുടരുന്ന മദർ തെരേസ ഫൗണ്ടേഷൻ്റെ മെഡിക്കോ ഫെസ്റ്റ് 2024 ഇവരുടെ ഓരോ കാരുണ്യ പ്രവർത്തനങ്ങളും നമ്മൾ ഓരോരുത്തർക്കും ഏറെ പ്രചോദനം നൽകുന്നതാണ്. ഇതിലൊരുപാട് ഞാനെന്ന മാർത്താണ്ഡോള സാറുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. ഞങ്ങൾ പലതരത്തിലുള്ള ചാരിറ്റി ചെയ്യുന്നതാണ്. പക്ഷേ ഇത്രയും വിപുലമായിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. പക്ഷേ ജിജു മാമിനെ ഞാൻ സോഷ്യൽ മീഡിയയിൽ പല ആക്ടിവിറ്റീസ് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരുപാട് അറിയത്തില്ല. എന്നിരുന്നാലും റിയലി അമേസിംഗ് പെർഫോമൻസ്. ഹാറ്റ്സ് ഓഫ് ടു ദ ടീം, എസ്പെഷ്യലി ജിജു മാം, ഡോക്ടർ ജ്യോതിഷ് ആൻഡ് ദ കോർഡിനേറ്റർ Alex and the whole team. You are in need of great applause. Thank you all for inviting me to. Thank you so much.
താങ്ക് യു സോ മച്ച് മാം. അപ്പോൾ മാമിന്റെ കയ്യിൽ നിന്ന് സ്നേഹാദരവ് ഏറ്റുവാങ്ങാനായിട്ട് ഞാൻ 2 വ്യക്തികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ നന്ദു സ്ട്രീറ്റ് പോർട്രേറ്റ് മൊബൈൽ വീഡിയോഗ്രാഫി, നന്ദു സ്റ്റേജിലേക്ക് സ്വാഗതം. നന്ദുവിന്റെ ഫ്രണ്ട്സ് ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. ഒരുപാട് സന്തോഷം നന്ദു ഈ ആദരവ് ഏറ്റുവാങ്ങാനിവിടെ എത്തിയതിൽ. ഒരുപാട് സ്നേഹം. ഹേമ മാമിന്റെ കയ്യിൽ നിന്ന് ഈ ഒരു സ്നേഹാദരവ് നന്ദു ഏറ്റുവാങ്ങുകയാണ്. സോ കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് യെസ്, അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പേര് ഞാനിവിടെ അനൗൺസ് ചെയ്യാണ്. വാക്കിംഗ് സ്റ്റിക്ക് നൽകുന്നത് ഏറ്റുവാങ്ങുന്നത് ശ്രീമതി വസന്ത എൻ തോട്ടംപാറ. ആ മാഡത്തിനാണ് വാക്കിംഗ് സ്റ്റിക്ക് നൽകുന്നത്. അപ്പോൾ മാഡം അനിൽ സാറുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഒരു വാക്കിംഗ് സ്റ്റിക്ക് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഹേമ മാഡം, ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നന്ദി മാമിനെ അറിയിക്കുന്നു. കൂടാതെ നമ്മൾ അടുത്ത ഒരു ചെറിയൊരു ഓൾസോ അപ്പം ഹേമ മാം പോകുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ കോഡ് സെറമണി ഇവിടെ നടക്കാൻ പോവുകയാണ്. നമ്മുടെ ന്യൂ ബാച്ച് സ്റ്റുഡൻസിന്റെ കോഡ് സെറമണി. അപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും ഒന്ന് സ്റ്റേജിന്റെ അടുത്തേക്ക് വന്നാൽ നമുക്ക് ഈ ഒരു സെറമണി കൂടെ ഇവിടെ വെച്ചിട്ട് അങ്ങ് നിർവഹിക്കാവുന്നതാണ്. കുറച്ചധികം പേര് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള സ്റ്റുഡൻസ്, ന്യൂ അഡ്മിഷൻ സ്റ്റുഡൻസ് എല്ലാവരും ഒന്ന് പെട്ടെന്ന് തന്നെ സ്റ്റേജിന്റെ ഫ്രണ്ടിലേക്ക് വന്നാൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു സെറമണി എല്ലാവരുടെയും ഒരു പ്രസൻസിൽ അതുകൂടെ നടത്താം. നമ്മുടെ MA പ്രസിഡന്റ് ഹേമ മാമും ഉണ്ട്. ആ മാമിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് ആ ഒരു കോഡ് സെറമണി നടത്താം. സോ കൈൻഡ്ലി പ്ലീസ് കം ഫോർവേഡ്. നമ്മുടെ എല്ലാ സ്റ്റുഡൻസും നമ്മുടെ കോട്ടിംഗ് സെറമണിക്ക് വേണ്ടി